ഈ മാസം 6-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച സംസ്ഥാന UDFന്റെ ചെയർമാൻ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്ര ഈ മാസം 24-ാം തീയതി ഈരാറ്റുപേട്ടയിൽ എത്തിച്ചേരുകയാണ്. ഈ പരിപാടി വൻ വിജയമാക്കുന്നതിന് വേണ്ടിയിട്ട് UDFന്റെ കമ്മിറ്റി കൂടി ഏതാണ്ട് 6000 പ്രവർത്തകർ പങ്കെടുക്കുന്ന വൻ സ്വീകരണം കൊടുക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈരാറ്റുപേട്ടയിൽ 10:30 മണിക്കാണ് പ്രതിപക്ഷ നേതാവ് എത്തിച്ചേരുന്നത്. എല്ലാ വിധത്തിലുള്ള ചെണ്ട വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ആയിരക്കണക്കിനായ പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്നും ആനയിച്ച് സെൻട്രൽ ജംഗ്ഷനിൽ സ്വീകരണം നടക്കുവാൻ UDF തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ നിയോജകമണ്ഡലത്തിലെ എരുമേലി, പാറത്തോട്, പോരുത്തോട്, മുണ്ടക്കയം, കൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്നും ആയിരക്കണക്കിനായ പ്രവർത്തകർ നമ്മുടെ ഈ മേഖലയിൽ എത്തിച്ചേരുകയും പ്രതിപക്ഷ നേതാവിന് വൻപിച്ച സ്വീകരണം കൊടുക്കുകയും ചെയ്യും എന്നാണ് എല്ലാ മണ്ഡലം കമ്മിറ്റികളിലും വാർഡ് കമ്മിറ്റികളും കൂടി തീരുമാനിച്ചിട്ടുള്ളത്. അതിലേക്ക് ജനാധിപത്യ വിശ്വാസികളെ എല്ലാവരെയും UDFന്റെ ആഭിമുഖ്യത്തിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബന്ധപ്പെട്ട് നടക്കുന്ന ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് UDFന്റെ പൂഞ്ഞാർ നിയോജകമണ്ഡലം ചെയർമാൻ ശ്രീ മജു പുളിക്കൽ, കൺവീനറും DCC ജനറൽ സെക്രട്ടറിയുമായ ശ്രീ പ്രകാശ് പുളിക്കൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ജോമോൻ നൈക്കര, മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ KM മുഹമ്മദ് ഹാഷിം, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ശ്രീ PH നൌഷാദ് എന്നിവരാണ്. പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ UDF നേതൃത്വം വളരെ ഗൗരവമായിട്ടാണ് ഈ പുതിയ യാത്രയെ കാണുന്നത്. 2 മാസം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൂടിയാണ് ഞങ്ങൾ ഈ വലിയ സ്വീകരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിലെ ജനങ്ങൾ വലിയ വിജയമാണ് UDFന് സമ്മാനിച്ചത്. 3 സ്ഥാപനങ്ങൾ മാത്രമുണ്ടായിരുന്ന 2 പഞ്ചായത്തും ഈരാറ്റുപേട്ട നഗരസഭ മാത്രമുണ്ടായിരുന്ന UDFന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 6 സ്ഥാപനങ്ങൾ, ഈരാറ്റുപേട്ട നഗരസഭ അടക്കം 6 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ UDFന് ലഭിച്ചു. കോൺഗ്രസിന് 63 മെമ്പർമാരടക്കം 91ഓളം മെമ്പർമാർ UDFന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും വലിയ മുന്നേറ്റവും വലിയ ഭൂരിപക്ഷമാണ് UDFന് ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസിന് തനിച്ച് 63 മെമ്പർമാരെ ലഭിച്ചപ്പോൾ പഞ്ചായത്തിൽ മാത്രം. കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ നിയോജകമണ്ഡലത്തിന്റെ MLA ആയ ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്ങളുടെ പാർട്ടിക്ക് 11 പഞ്ചായത്ത് അംഗങ്ങൾ മാത്രമാണ് ലഭിച്ചത്. ആര് വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും കോരുത്തോട്, എരുമേലി പഞ്ചായത്തുകളിൽ MLAയുടെ പാർട്ടിക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യമില്ല. ബ്ലോക്ക് പഞ്ചായത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥികൾ ദയനീയമായി പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, ജില്ലാ പഞ്ചായത്തിൽ എല്ലാ ജില്ലാ പഞ്ചായത്ത് മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി ഉൾപ്പെട്ടു വരുന്ന മണ്ഡലങ്ങളിലും പൂഞ്ഞാർ ഉൾപ്പെട്ടു വരുന്ന മണ്ഡലങ്ങളിലും, പൂഞ്ഞാറിന്റെ കീഴിലുള്ള എല്ലാ ജില്ലാ പഞ്ചായത്തുകളിലും 2000 മുതൽ 9000 വരെ ഭൂരിപക്ഷമാണ് UDFന് ജനങ്ങൾ നൽകിയത്. ഈ വലിയ മുന്നേറ്റവും വിജയവും UDFന് വളരെയേറെ ആത്മവിശ്വാസം പകരുന്ന കാര്യമാണെന്ന് മാത്രമല്ല, ആ വിജയത്തിന്റെ ആഘോഷത്തിലാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ സ്വീകരിക്കാൻ പൂഞ്ഞാർ മണ്ഡലത്തിലെ UDF പ്രവർത്തകർ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നിരിക്കും. രാഷ്ട്രീയമായി വലിയ കാര്യം കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല പോലും UDFന്റെ സ്ഥാനാർത്ഥി പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിന് ലഭിക്കാൻ കഴിയുന്ന വിധമുള്ള എല്ലാ ഗ്രൗണ്ട് വർക്കുകളും UDF നടത്തിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ ഉൾപ്പെടെ
വാർഡ് തല ബൂത്ത് തല കൺവെൻഷൻ ഉൾപ്പെടെ ഒരു നല്ല ഒരുക്കത്തോടു കൂടിയാണ് UDF സ്ഥാനാർത്ഥിയെ വരവേൽപ്പിക്കുന്നതിന് ജയിക്കുന്നതിന് വേണ്ടി UDF രംഗത്ത് വന്നിട്ടുണ്ട്. ഘടകകക്ഷി ഒറ്റക്കെട്ടായി ഇത്രയും ഐക്യം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ൽ മറ്റ് നിയമങ്ങളുണ്ടായിട്ടില്ല. ആദ്യ സ്ഥാനാർത്ഥികൾ ഫിക്സ് ചെയ്യുന്ന കാര്യത്തിൽ, അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റിനെയും നഗരസഭാ ചെയർമാനെയും ഒക്കെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത ഒരു ഐക്യവും ധാരണയുമാണ് ഇത്തവണ UDF-ൽ ഉണ്ടായത്. അതേ ഐക്യവും ധാരണയും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് UDF ഈ ബഹുജന മുന്നേറ്റ പുതിയ യാത്രയിലും അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേരിടാൻ ഉദ്ദേശിക്കുന്നു. അതിന്റെ എല്ലാവിധ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. മഞ്ജു സൂചിപ്പിച്ചതുപോലെ വാർഡ് തല ബൂത്ത് തല കൺവെൻഷനുകൾ 90% പൂർത്തിയായി. ഇന്നലെ ആന്റോ MP ഉദ്ഘാടനം ചെയ്ത വിപുലമായ സ്വാഗതസംഘ രൂപീകരണ യോഗം ലീഗ് ഭവനിൽ നടന്നു. എല്ലാ പഞ്ചായത്തിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും മണ്ഡലം പ്രസിഡന്റുമാരടക്കമുള്ള എല്ലാ നേതാക്കന്മാരും പങ്കെടുത്തു. പ്രവർത്തകർ പ്രത്യേകിച്ച് വലിയ ആവേശത്തോടു കൂടിയാണ് ഈ പരിപാടി സ്വീകരിക്കുന്നത്. ആദ്യം UDF പ്ലാൻ ചെയ്തത് മുണ്ടക്കയത്ത് ഉള്ള സ്വീകരണമാണ് പ്ലാൻ ചെയ്തത് 11 മണിക്ക്. പക്ഷെ യാത്ര കുറച്ചുകൂടി സൗകര്യമായതിനാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട ആന്റോ ആന്റണിയുടെയും നിർദ്ദേശം അനുസരിച്ച് തൊടുപുഴയിൽ 23 സമാപിക്കുന്ന ജാഥ രാവിലെ 10 മണിക്ക് പാലായിൽ എത്തിച്ചേരും, 11 മണിക്ക് ഈരാറ്റുപേട്ടയിൽ എത്തിച്ചേരും, 12 മണിക്ക് പൊന്മുന്തം. അങ്ങനെ 3 പരിപാടിയാണ് 24-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഒരു 11-11:15 മണിയോടുകൂടി പ്രതിപക്ഷ നേതാവ് എത്തിച്ചേരുന്നതിനായി വിപുലമായ പൊതുയോഗം നമ്മുടെ ഈരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷനിൽ അങ്കാളം മങ്കോവിലിൽ തയ്യാറാക്കിയിട്ടുള്ള വലിയ സ്റ്റേജിലും പന്തലിലും വെച്ച് UDF-ന്റെ ഒട്ടക നേതാക്കന്മാർ ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി അടക്കം PJ ജോസഫ്, അനൂപ് ജേക്കബ്, ഷാഫി പറമ്പിൽ, ഷിബു ബേബി ജോൺ അടക്കമുള്ള മുഴുവൻ ജാഥാംഗങ്ങളും സംസ്ഥാന നേതാക്കന്മാരും പങ്കെടുക്കും. ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് നമ്മുടെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. വളരെ വിപുലമായ എല്ലാ പരിപാടികളും നാം അതുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ഗ്രൗണ്ട് വർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഒരു പഞ്ചായത്തിൽ നിന്ന് മിനിമം ചെറിയ പഞ്ചായത്തുകളിൽ നിന്ന് 500 മുതൽ 600 പേർ വരെയും, വലിയ പഞ്ചായത്തുകളുടെ എരുമേലി മുണ്ടക്കയം അടക്കമുള്ള പഞ്ചായത്തുകളിൽ നിന്നും 1000 പേർ വരെ പങ്കെടുപ്പിക്കാനുള്ള വാഹന സൗകര്യവും എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. വിപുലമായ പ്രചരണ പരിപാടികൾ ആരംഭിക്കാൻ താമസിച്ചതിന് കാരണം ഇന്നലെ കൂടിയ സാഹസ മീറ്റിംഗ് ആണ് ഔപചാരികമായി ഈരാറ്റുപേട്ടയിൽ സ്വീകരണം കൊടുക്കാൻ തീരുമാനമെടുത്തത്. ഇന്നു മുതൽ ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളിലേക്കും മറ്റും കടക്കും. എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും മാധ്യമപ്രവർത്തകരുടെയും കൃത്യമായ അനുഭവവും പരിഗണനയും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിപാടികളും ഉണ്ടാവണം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിവെച്ച പുതിയുഗ യാത്ര ഈ വരുന്ന 24-ാം തീയതി ഈരാറ്റുപേട്ടയിൽ എത്തിപ്പെടുകയാണ്. നമ്മെ സംബന്ധിച്ച് ഈരാറ്റുപേട്ട വലിയൊരു അനുഗ്രഹമായി. കാരണം VD സതീശൻ ഈരാറ്റുപേട്ടയിൽ എത്തുമ്പോൾ പൊതുജനങ്ങളുടെ, പ്രത്യേകിച്ച് പിണറായി 2ാം സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും പൊതുജന വികാരത്തെയും മാനിച്ചുകൊണ്ട് UDF മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് ഈരാറ്റുപേട്ടയിൽ വിവിധ വാർഡുകളിൽ നമ്മളുടെ 24-ാം തീയതി നടക്കുന്ന ഈ സ്വീകരണ സമ്മേളനത്തിന് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ടും അതേപോലെ വാർഡ് തലത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി മുന്നോട്ട് പോയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉദ്ഘാടനം ചെയ്യുന്ന ആ യോഗത്തിൽ എക്കാലവും UDF-നെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലേക്ക് ഒറ്റക്കെട്ടായി അതിനെതിരെ മറുപടി കൊടുക്കുന്നതിന് വേണ്ടി തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് എല്ലാവിധ പിന്തുണയും എല്ലാവരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 2 ടേമായി കേരളം ഭരിച്ച് കേരളത്തിൻ്റെ സമസ്ത മേഖലയിലും മുടിച്ച് താറുമാറാക്കിയ ആ മേഖല ഒരു പുത്തൻ ഉണർവിന് വേണ്ടിയുള്ള ഒരു യാത്ര കൂടിയാണ് പുതിയുഗ യാത്ര. കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്കുണ്ടായ മൂല്യച്യുതി അത് പരിഹരിക്കുന്നതിന് വേണ്ടി ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കർമ്മ പദ്ധതികളുമായാണ് VD സതീശൻ കേരളത്തിലേക്ക് ഈ പുതിയ യാത്രയുമായി കടന്നു വരുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമായി സംവദിച്ച് ആശയം രൂപീകരിച്ച് അങ്ങനെ കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാനം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കവർന്നെടുക്കുന്ന സ്ഥിതി മാറി
കേരളത്തിലെ ചെറുപ്പക്കാർക്ക് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം, അവർക്ക് തൊഴിൽ ലഭ്യമാകുന്നതിന് വേണ്ടി, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ ഈ പുതിയ യാത്ര കടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ആരോഗ്യ മേഖല, ഇന്ന് കേരളത്തിൽ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവർക്ക് ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത അവരുടെ ആരോഗ്യരംഗം സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു എന്ന് കേരളത്തിലെ വാർത്താമാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അത് ഇവിടുത്തെ ആരോഗ്യ മേഖല എങ്ങനെ നമുക്ക് പുഷ്ടിപ്പെടുത്തിയെടുക്കാം, കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തിന് എങ്ങനെ സുരക്ഷിതത്വം നൽകാം എന്ന് ആരോഗ്യ രംഗത്ത് അന്താരാഷ്ട്ര ലെവലിലുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ ഈ യാത്ര മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം കേരളത്തിലെ സമസ്ത മേഖലകളിലും ധനകാര്യ രംഗത്ത് കേരളത്തിലെ സാമ്പത്തിക രംഗം തകർന്നു തരിപ്പണമായിരിക്കുന്നു. ആ സാമ്പത്തിക രംഗം എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാം, കേരളത്തെ എങ്ങനെ സാമ്പത്തികമായി കടക്കണിയിൽ നിന്നും ഒന്ന് ഉയർത്തെഴുന്നേൽപ്പാം, അങ്ങനെ കേരളത്തിലെ സാമ്പത്തിക രംഗം എങ്ങനെ സുസ്ഥിരമാക്കി കേരളത്തെ പുരോഗതിയിലേക്ക് നമുക്ക് നയിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് അതിന് പുതിയൊരു തീരുമാനമുണ്ടാക്കി അത് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ പുതിയ യാത്ര കടന്നു വരുന്നത്. അപ്പൊ ഈ യാത്രയുടെ, വി ഡി സതീശന്റെ യാത്രയുടെ ഈ പേരിനോടൊപ്പം തന്നെ ഈ യാത്രയുടെ പ്രസക്തി ഇവിടെ വിളിച്ചു തോന്നുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ MLA നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ യാതൊരു വികസന മുന്നേറ്റവും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിച്ചുകൂടാ. ഇവിടെ താലൂക്ക് ഉണ്ടാക്കും, അതോടൊപ്പം തന്നെ ഇവിടെ സിവിൽ സ്റ്റേഷൻ ഉണ്ടാക്കും എന്ന് വേണ്ട അങ്ങനെ അനവധിയായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു വാഗ്ദാനങ്ങൾ പോലും കേന്ദ്രാവിഷ്കൃത പദ്ധതിയോ സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയോ ഈ MLAക്ക് കിട്ടുന്ന ഫണ്ട് മാത്രം വിനിയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളല്ലാതെ പുതിയൊരു പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന് പുതിയ നടപടികൾ ഉണ്ടാക്കി അത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മകപരമായ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വസ്തുത കൂടി വിളിച്ചോതിക്കൊണ്ടുള്ള യാത്രയാണ് ഈ വി ഡി സതീശൻ നടത്തുന്ന യാത്ര. ഇവിടുത്തെ കേരളത്തിന്റെ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള, കേരളത്തിലെ സാമ്പത്തിക രംഗം സുസ്ഥിരമാക്കുന്നതിന് വേണ്ടിയുള്ള, നാളുകളിൽ 50 വർഷങ്ങൾക്കപ്പുറത്തുള്ള കേരളത്തെ സ്വപ്നം കണ്ടുകൊണ്ടുള്ള ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ്. അപ്പൊ ഈ യാത്രയ്ക്ക് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വലിയൊരു മാനമുണ്ട്, വലിയൊരു കാഴ്ചപ്പാടുണ്ട്. അതിൽ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും അതിന് പരിപൂർണമായ പിന്തുണ നൽകുന്നുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പം നടന്നു വന്ന യാത്രകൾ അഭൂതപൂർവമായ വലിയ ഒരു ജന സാന്നിധ്യം കൊണ്ട് ഈ യാത്ര ഗംഭീരമാക്കി മാറ്റുന്നതിന് വേണ്ടി UDF പ്രവർത്തകർ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ UDF കടന്നു വരൂ, കേരളത്തെ രക്ഷിക്കൂ എന്നുള്ള ഒരു മുദ്രാവാക്യവും അവരുടെ ഒരു ആത്മസമർപ്പണവും കൊണ്ടാണ് ഈ യാത്ര ഇതുപോലെ ഗംഭീരമായിരിക്കുന്നത്. അത് നമുക്ക് ഈരാറ്റുപേട്ടയിലും നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലും ഈ യാത്ര ഗംഭീരമാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണയും ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള പൊതുസമൂഹത്തിന്റെ ഒരു പിന്തുണയും ഈ യാത്രയിൽ ഉണ്ട്. ആ യാത്ര അതുകൊണ്ടാണ് 24-ാം തീയതി വളരെ ഗംഭീരമായി ഈരാറ്റുപേട്ടയിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഈ ഗവൺമെന്റിനെതിരെയുള്ള നാളുകളിൽ കേരളത്തെ സ്വപ്നം കാണുന്ന ചെറുപ്പക്കാരുടെ വലിയൊരു സംഗമമായിരിക്കും ഈ ജാഥ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. എൻ്റെ പേര് പ്രകാശ് പുളിക്കൻ, UDFന്റെ പൂഞ്ഞാർ നിയോജകമണ്ഡലം കൺവീനറാണ്, കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എനിക്ക് മുമ്പ് സംസാരിച്ച് വളരെ വിശദമായി നമ്മുടെ പുതിയ യാത്രയുടെ പ്രാധാന്യ പ്രസക്തി ഇവിടെ പറയുകയുണ്ടായി. ഞാനൊക്കെ പ്രതികരിക്കുന്ന പ്രദേശം ഒരു കാർഷിക മേഖലയാണ്. കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായി ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നത് വന്യമൃഗശല്യമാണ്. നാട്ടിൽ കൃഷി ചെയ്താൽ ഒരു സാധനം പോലും തിരിച്ചു കിട്ടാൻ മേലാത്തൊരു സാഹചര്യമാണ്. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ തന്നെ കണമലയിൽ 2 പേരെയാണ് കാട്ടുപോത്ത് ആക്രമിച്ച് കൊലപ്പെടുത്തി. നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. കൃഷി കൂട്ടത്തോടെ ഒരു കാലത്ത് കുടിയേറ്റമായിരുന്നെങ്കിൽ കിഴക്കൻ മലയോര മേഖലയിൽ നിന്ന് ആൾക്കാർ കൃഷി ഉപേക്ഷിച്ച് നാട്ടിൽ നിന്ന് കുടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. 100 കണക്കിന് വീടുകളാണ് അവരെ ആൾക്കാർ ഉപേക്ഷിച്ച്, കൃഷിസ്ഥലം ഉപേക്ഷിച്ച് ഈ എരുമേൽ തൊട്ട് ഇങ്ങോട്ട് പല ആൾക്കാരും ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് ഒരു നിലപാടും ഒരു നടപടിയും കേരളത്തിലെ മലയോര മേഖലയിലെ കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടി ഒരു പദ്ധതിയും പ്രഖ്യാപിക്കാതെ വനം വകുപ്പ് മന്ത്രിയും ഈ മന്ത്രിസഭയും ഇപ്പോഴും വന്യജീവികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ഈ പ്രതിപക്ഷ നേതാവ് തന്നെ മലയോര ജാഥയുമായി മുണ്ടക്കയത്ത് വലിയൊരു പരിപാടി ഒരു വർഷം മുമ്പ് നടത്തിയത് വൻ വിജയമായിരുന്നു. ഇന്ന് കേരളത്തിലെ നിരവധി കർഷക സംഘടനകളും ഒക്കെ ഈ സമരം ഏറ്റെടുത്ത് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ഏറ്റവും അധികം പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് പൂഞ്ഞാർ അസംബ്ലി എന്ന് പറയുന്നത് മലയോര മേഖലയിലെ കൃഷിക്കാർ അധിവസിക്കുന്ന വലിയൊരു പ്രദേശമാണ്. അവർക്ക് സംരക്ഷണം കൊടുക്കണം. പുതിയ ഗവൺമെന്റ് വന്നാൽ പുതിയ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവും. കേരളത്തിലെ കർഷകരെ പ്രത്യേകിച്ച് റബ്ബർ കൃഷിക്കാർ, ഇന്ന് റബ്ബർ കൃഷിയെക്കുറിച്ച് ആരും ചർച്ച ചെയ്യപ്പെടുകയൊന്നുമില്ല. ഒരു കാലത്ത് റബ്ബറിന് വില കുറഞ്ഞ വലിയ സമരവും പ്രക്ഷോഭം വന്നിരുന്ന ഇന്ന് അവരെ BJPയും സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷവും 250 രൂപ LDF ഗവൺമെന്റ് വന്നാൽ തറവില പ്രഖ്യാപിച്ചിട്ട് 1 രൂപ പോലും വർദ്ധിപ്പിക്കാതെ റബ്ബർ സംഭരണവും നടത്താതെ മുമ്പോട്ട് വന്നൊരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. ഇവിടെ പ്രതികരിക്കുന്ന MLA സംബന്ധിച്ച് ഞങ്ങളുടെ എരുമേലി പഞ്ചായത്ത് വിഭജിച്ച് മുക്കൂട്ടറ കേന്ദ്രമാക്കി പഞ്ചായത്ത് ഉണ്ടാക്കുന്നു ബഡ്ജറ്റിൽ പറഞ്ഞു. ഇവിടെ ആദ്യം ഈ ഗവൺമെന്റ് ഈ മന്ത്രിസഭ ഈ സെബാസ്റ്റ്യൻ കുളത്തങ്ങൻ MLA വന്ന ആദ്യത്തെ മന്ത്രിസഭയെ പറഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യമാണ് മുക്കൂട്ടറ പഞ്ചായത്ത് 5 വർഷം മുമ്പ്. ഈ ബഡ്ജറ്റിലും മുക്കൂട്ടറ കേന്ദ്രമാക്കി പഞ്ചായത്ത്. അന്നത്തെ 2021 ബഡ്ജറ്റിൽ അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കാണ് പാലാ താലൂക്ക്, അത് മീനച്ചിൽ താലൂക്ക്, അത് വിഭജിച്ച് പൂഞ്ഞാറ് കേന്ദ്രമാക്കി താലൂക്ക്. വെറും കടലാസ് പദ്ധതി. ഞങ്ങളുടെ എരുമേലി ഏറ്റവും മത തീർത്ഥാടകർ എത്തുന്ന മത സാഹോദര്യത്തിന്റെ സംഗമമായ എരുമേലിയിൽ നിരവധി പദ്ധതികൾ ഓരോ ബഡ്ജറ്റിലും പറഞ്ഞു. കഴിഞ്ഞ തവണ പറഞ്ഞു സ്പെഷ്യൽ പാക്കേജാന്ന് പറഞ്ഞു. അയ്യപ്പഭക്തമായ അടിസ്ഥാന സൗകര്യത്തിന് 10 കോടി. ഈ വർഷവും പറഞ്ഞിരിക്കുക കോടിക്കണക്കിന് രൂപയുടെ പ്രഖ്യാപനങ്ങളല്ലാതെ ഒരു വികസന പ്രവർത്തനവും. ശബരിമല ഇന്റർനാഷണൽ എയർപോർട്ട് ചെറുവിളി എസ്റ്റേറ്റിൽ വരും. ഇന്ന് 7 വർഷമായി ആ പ്രദേശത്തെ ആ സ്ഥലമുടമകൾക്ക് ആ വസ്തു പണയം വെക്കാനോ വസ്തു വിൽക്കാനോ പറ്റാത്ത സാഹചര്യം. കഴിഞ്ഞ 2015 പ്രഖ്യാപിച്ച UDF ഗവൺമെന്റ് പകുതി ചെലവ് വഹിക്കാന്ന് പറഞ്ഞ ശബരി റെയിൽപാത ഈ അവസാന വർഷം 10 വർഷം ഇപ്പം പറഞ്ഞിരിക്കുക കിഫ്ബിയിൽ 1900 കോടി രൂപ ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഒരു ഇലക്ഷൻ സ്റ്റണ്ട് അല്ലാതെ ഒരു പ്രവർത്തനം നമ്മുടെ ഇല്ലാസാക്ക സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷ MLA-മാർക്ക് കിട്ടിയ പണമല്ലാതെ ഈ MLA-ക്ക് പുതിയത് ഒരു പദ്ധതി പോലും ഈ നിയോജകമണ്ഡലത്തിൽ പുതിയതായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. ഏത് MLA കിട്ടുന്ന പോലെയുള്ള അല്ലാതെ പുതിയതായി ഒരു പദ്ധതി ഇവിടെ പുതിയതായി നമ്മൾക്ക് ഈ MLA-ക്ക് ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ജനങ്ങളാകെ പ്രയാസത്തിലാണ്. വിലത്തകർച്ചയെക്കുറിച്ചോ കർഷക ആത്മഹത്യയെക്കുറിച്ചോ ആരോഗ്യമേഖല വിദ്യാഭ്യാസ മേഖല ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ മത ന്യൂനപക്ഷങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ വർഗീയതയാണ് ഇവിടെ ചർച്ചയാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി പറഞ്ഞു ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത ഞങ്ങൾ എതിർക്കും, മതനിരപേക്ഷ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ അതേ നിലപാട് തന്നെയാണ് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയനും അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനീയ പ്രശ്നങ്ങളെ കുറിച്ചല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ നാട്ടിലെ ജനങ്ങളെ എങ്ങനെ തമ്മിലടിപ്പിക്കുക, അവിടെ ധ്രുവീകരണം ഉണ്ടാക്കി എങ്ങനെ എളുപ്പത്തിൽ ജയിക്കാമെന്നതിനെ കുറിച്ചാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. ശബരിമല പ്രദേശം നമുക്കറിയാം, സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് ഇപ്പോൾ തിരുത്തൽ ഹർജി, അതുപോലെ തന്നെ ശബരിമല ഉണ്ടായ കൊള്ള, അയ്യപ്പനെ വരെ അടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന സാഹചര്യം. അങ്ങനെ ഏത് മേഖലയിലും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ഇതുള്ള വിധിയെടുത്തായിട്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ പൊതുയാത്ര നമ്മുടെ ഈ പൂഞ്ഞാർ നിയമനത്തിൽ പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയിൽ ആ പരിപാടി എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തവും സഹകരണവും അതിലുണ്ടാവും. ഞങ്ങളെല്ലാവരെയും UDF-ന്റെ പേരിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും മതനിരപേക്ഷ ഉയർത്തപ്പെടുന്ന മുഴുവൻ ആൾക്കാരെയും പ്രത്യേകം സ്വാഗതം ചെയ്തു.